ഇന്നലെയുണ്ടായ കാറ്റിലും മഴയിലും പ്ലാവൊടിഞ്ഞ് വീണ് ഉപ്പുതറയിൽ ഒരു വീട് തകർന്നു. മഴയോടൊപ്പം ഉണ്ടായ ശക്തമായ കാറ്റാണ് നാശം വിതച്ചത്. ഉപ്പുതറ 10 ഏക്കർ കണ്ണമ്പള്ളിയിൽ മേരിക്കുട്ടിയുടെ വീടാണ് തകർന്നത്. ഇന്നലെ 4 മണിയോടുകൂടി ഉണ്ടായ ശക്തമായ മഴയോടൊപ്പം ഉണ്ടായ കാറ്റിലാണ് പ്ലാവിന്റെ ശിഖരം ഒടിഞ്ഞ് വീണ് മേരിക്കുട്ടിയുടെ വീട് തകർന്നത്. മരം ഒടിഞ്ഞു വീണ സമയം മേരിക്കുട്ടി മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത്. മേരിക്കുട്ടി ഭയന്ന് വിറച്ചുപോയി. വിവരമറിഞ്ഞ അയൽവാസികൾ വന്ന ശേഷമാണ് മേരിക്കുട്ടി പുറത്തിറങ്ങിയത്. അയൽവാസിയുടെ പുരയിടത്തിലെ പ്ലാവിന്റെ ശിഖരമാണ് മേരിക്കുട്ടിയുടെ വീടിന് മുകളിലേക്ക് വീണത്. മഴയോടൊപ്പം ശക്തമായ കാറ്റും ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. ശക്തമായ കാറ്റ് സമീപത്തെ മരച്ചില്ലയെല്ലാം ഒടിഞ്ഞു വീഴുന്ന അവസ്ഥയുണ്ടായി. ഒന്ന് ഞാനകത്ത് എൻ്റെ മുറിക്കകത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കാറ്റും മഴയും വന്ന് എന്താന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ശബ്ദത്തോടു കൂടി വന്നു. ഞാൻ അന്നേരം ഇവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. ഞാൻ വിഷമിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ പുറത്തോട്ട് ഞാൻ വലത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം അന്നേരമാണ് ഇത് കാണുന്നത്. ഞാൻ പുറത്തിറങ്ങിപ്പോയി ഞാൻ നോക്കുമ്പോഴാണ് കാണുന്നത്. അന്നേരം ഇവിടെ നാട്ടുകാരെല്ലാവരും കൂടെ വന്നു. അവരിതെല്ലാം കണ്ടു. അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം അവരും എല്ലാവരെയും വിളിക്കുന്ന മെമ്പറെ ഒക്കെയും വിളിച്ചും പോലീസിനൊക്കെ അറിയിച്ച് അവരെല്ലാവരും വന്ന് കാണുകയും എടുക്കുകയൊക്കെ ചെയ്ത്. പിന്നെ ആ മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി എല്ലാവരും കൂടെ കൂടി സഹായിച്ചെല്ലാം ചെയ്ത് ഇത്രയും ഇന്ന് വന്ന് അവർ വരാം, കാണാം, ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ പോയിട്ടുണ്ട്. മരം ഒഴിഞ്ഞു വീണതോടെ വീട് വാസയോഗ്യമല്ലാതായി മാറി. വീടിന്റെ ഷീറ്റുകൾ പൊട്ടിപ്പോകുകയും പൈപ്പുകൾ വളഞ്ഞ് ഉപയോഗശൂന്യമായി മാറുകയും ചെയ്തു. ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിവരമറിഞ്ഞ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലെത്തി സഹായം വാഗ്ദാനം ചെയ്തു. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാർ ചേർന്ന് മരം മുറിച്ചു നീക്കി ഈ കുടുംബത്തെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.